തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സലിലകുമാരിയുടെ ആത്മഹത്യയിൽ കോൺഗ്രസ് കൗൺസിലർ ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഗുരുതര ആരോപണവുമായി വീട്ടമ്മയുടെ മകൻ. ജോസ് ഫ്രാങ്ക്ലിൻ അമ്മയെ ഭീഷണിപ്പെടുത്തുമായിരുന്നു, രാത്രി സമയങ്ങളിൽ ഫോണിൽ ശല്യപ്പെടുത്തി എന്നും മകൻ രാഹുൽ 24-നോട് പറഞ്ഞു. നമ്മുടെ വാർഡ് മെമ്പർ ജോസ് ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞിട്ട് 11 മണിക്ക് ഫോൺ വിളിക്കുക, അങ്ങനെ കുറേ ചില നേരത്തെ വീട്ടിൽ വന്നോടെ വന്ന് ഹോൺ അടിക്കുക. അപ്പോൾ ഇതൊക്കെ അതിൽ ഉള്ള നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ആ ലെറ്റർ കിട്ടുമ്പോഴാണ് നമ്മൾ കണ്ടത്. നമുക്ക് അതിനു മുമ്പും അങ്ങനത്തെ ആ വ്യക്തിയുടെ നിന്ന് ബാഡ് ഒരു അനുഭവം അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ അടുത്ത് ഡയറക്റ്റായിട്ടല്ല എന്നാലും ഇൻഡയറക്റ്റായിട്ട് ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷെ നമുക്കത് അപ്പോൾ നമ്മളത് ആ ഒരു ഇതിലെടുത്തില്ല. അമ്മ പുള്ളി കടയിൽ വരുമ്പോഴൊക്കെ നെർവസ് ആവും, അപ്പോഴത്തേക്ക് എന്നോട് സംസാരിക്കാൻ പറയും, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷെ നമ്മൾ അത്രയും ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടില്ല. അതിലേതെങ്കിലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെ കുറച്ച് മോശപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് അതിൽ കൊടുത്തേക്കുന്നത്. ഞാനും അപകടമെന്ന് വിചാരിച്ചു. പിന്നെ പോലീസുകാർ ഇന്നലെ പറഞ്ഞു, പിന്നെ ലെറ്ററൊക്കെ കിട്ടിയപ്പോഴാണ് നമുക്കും ഇതായത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ പ്രാദേശിക കോൺഗ്രസ് നേതാവ്, ഈ കൗൺസിലർ ഏത് തരത്തിലാണ് ഈ വീട്ടമ്മയെ ബുദ്ധിമുട്ടിച്ചത്? വിജയകുമാർ, ഇന്നലെയാണ് ഈ സലിലകുമാരി മരണവിവരം നമ്മൾ പുറത്തറിഞ്ഞത്. ആദ്യം അത് അറിഞ്ഞത് ഈ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്യാസിൽ നിന്ന് തീ പടർന്ന അങ്ങനെ ഉണ്ടായ അപകടം എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില ഫൈൻഡിങ്സുകളുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർ സംശയം പ്രകടിപ്പിച്ചതോടുകൂടിയാണ് അത് മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തി. അതിനുശേഷം പോലീസ് ഈ സലിലകുമാരിയുടെ വീട്ടിൽ ചില പരിശോധനകൾ നടത്തിയപ്പോൾ ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി. എന്നാൽ ആ ആത്മഹത്യാക്കുറിപ്പിൽ ഗുരുതരമായ കാര്യങ്ങളുണ്ട് എന്ന് സലിലകുമാരിയുടെ മകൻ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് ഈ ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഗുരുതര ആരോപണം ഇവരുടെ മകൻ രാഹുൽ ഉന്നയിക്കുന്നു. അതിൽ 2 ആത്മഹത്യാക്കുറിപ്പുകളായിരുന്നു. ഒന്ന് രാഹുലിനും മറ്റൊന്ന് രാഹുലിന്റെ സഹോദരിക്കും. രാഹുലിന് എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ ഈ ജോസ് ഫ്രാങ്ക്ലിൻ പലതരത്തിൽ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം സലിലകുമാരി വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഒരു വായ്പയുമായി ബന്ധപ്പെട്ട അപേക്ഷ, അതുമായിട്ടാണ് സലിലകുമാരി ഇയാളെ കൗൺസിലർ എന്ന പേരിൽ സമീപിക്കുന്നത്. എന്നാൽ ഇയാൾ ലൈംഗികമായ കാര്യങ്ങൾക്ക് നിർബന്ധിച്ചു, വല്ലാത്ത ഉപദ്രവം ജോസ് ഫ്രാങ്ക്ലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായെന്നൊക്കെ ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ടെന്ന് മകൻ വ്യക്തമാക്കുന്നുണ്ട്. രാത്രി 11 മണിക്ക് ശേഷമൊക്കെ അമ്മയെ ഫോണിൽ വിളിച്ച് ഉപദ്രവിക്കുമായിരുന്നുവെന്നും വീടിന് മുന്നിൽ ബൈക്കിലെത്തി അമ്മയെ ഭീഷണിപ്പെടുത്തുമായിരുന്നുവെന്നും മകൻ രാഹുൽ വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് അമ്മ വായ്പാ അപേക്ഷയുമായി പോകാതെയായി. തനിക്കും സഹോദരിക്കും 2 കത്തുകൾ അമ്മ എഴുതി വെച്ചിരിക്കുന്നുവെന്നും രാഹുൽ വ്യക്തമാക്കുന്നുണ്ട്. സ്വാഭാവികമായും ഗുരുതരമായിട്ടുള്ള ആരോപണം അത് നെയ്യാറ്റിൻകര കൗൺസിലറായിട്ടുള്ള ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഇപ്പോൾ മരിച്ച ആത്മഹത്യ ചെയ്ത സലിലകുമാരിയുടെ മകൻ തന്നെ ഉന്നയിക്കുകയാണ്. വിജയകുമാർ, ഷഫീദ, ഈ ജോസ് ഫ്രാങ്ക്ലിൻ ഇപ്പോൾ എവിടെയുണ്ട്? അയാളുടെ വിശദീകരണം എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അയാളെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ആ വഴിക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ? പോലീസ് അന്വേഷണം നീങ്ങുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? വിജയകുമാർ, നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇതുവരെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ജോസ് ഫ്രാങ്ക്ലിനെ കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഇന്നലെ വൈകിട്ടോടുകൂടി പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക ഫൈൻഡിങ്സ് SHOയ്ക്ക് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കൈമാറിയതാണ്. സ്വാഭാവികമായും മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ എന്ന് പറയുമ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ പോലീസ് ചെയ്യേണ്ടതുമാണ്. പക്ഷേ ഇതുവരെയും കാര്യമായ നീക്കങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രാദേശികമായിട്ടടക്കം അന്വേഷിക്കുമ്പോൾ അറിയുന്നുണ്ട്. മാത്രമല്ല, ജോസ് ഫ്രാങ്ക്ലിൻ പ്രദേശത്ത് സ്വാധീനമുള്ള മനുഷ്യനാണ്. സ്വാഭാവികമായും ആ രീതിയിലുള്ള സ്വാധീനമുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പല കോണിൽ നിന്ന് ആക്ഷേപമായി ഉയരുന്നുണ്ട്. എന്തായാലും ഒരു വീട്ടമ്മയ്ക്ക് ജീവൻ നഷ്ടമായ സംഭവമാണ്. അതിനപ്പുറത്തേക്ക് ഒരു മകന് ഇങ്ങനെ ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടി, അങ്ങനെ ഒരു മാനസികാവസ്ഥ കൂടി ഇതിന്റെ പിന്നിലുണ്ട്. എന്നിട്ടും ആ മകൻ അത് പറയാൻ കാരണം നീതി ഉറപ്പാക്കണം, തന്റെ അമ്മയ്ക്ക് പറ്റിയൊരു അവസ്ഥ ഇനി ആർക്കും ഉണ്ടാകരുത് എന്നൊക്കെ രാഹുൽ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. അത്രത്തോളം ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് ഇക്കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ലൈംഗികമായ താല്പര്യങ്ങൾക്ക് ജോസ് ഫ്രാങ്ക്ലിൻ നിർബന്ധിച്ചു എന്ന് സ്വന്തം മകൻ തന്നെ അമ്മയെക്കുറിച്ച്, അമ്മയുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്ന സാഹചര്യമാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഉണ്ടായിരിക്കുന്നത്. വിജയകുമാർ, യെസ്, ഇക്കാര്യത്തിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം. ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. കത്തിൽ വലിയ പരാമർശങ്ങളുണ്ട്. തന്നെയുമല്ല, മരിച്ച സലിലകുമാരിയുടെ മകൻ അക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് പരസ്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. പോലീസ് ഇടപെടൽ കാര്യമായി ഉണ്ടായിട്ടില്ല എന്നാണ് ലഭ്യമായ വിവരങ്ങൾ. അതല്ല, അതിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം എന്നതാണ് മകൻ മുന്നോട്ട് വെക്കുന്ന ആവശ്യവും. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.